പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം കുറച്ചാളായി ഗൈസ് വ്ളോഗ് ചെയ്തിട്ട്, കുറച്ച് നാളായപ്പം വേറെ ഒന്നുമില്ല, സമയമില്ല. പിന്നെ അങ്ങനെയൊക്കെ ഓരോ പരിപാടികളൊക്കെ ആയിട്ടൊക്കെ നടക്കണോണ്ട് പിന്നെ വ്ളോഗ് എടുക്കാനും സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ല, ചെറിയ ചെറിയ ആൾക്കൊടുത്ത പരിപാടികളൊക്കെയാണ്. പരിപാടിയൊന്നുമില്ല ഗൈസ്, വീട്ടിൽ തന്നെയാണ്. അപ്പം എന്താ പരിപാടിയാണ്, ഇപ്പം ചെറുക്കൻ്റെ LKG സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. മടിയൊക്കെ എന്നാ പറയുന്നത്, എന്റെ ഫോണുണ്ട് കേട്ടോ. ഇപ്പൊ ബടി എടപ്പാടിക്കാണ് സ്കൂളിൽ പോയിരിക്കല്ലേടാ നീ? ഫോണില്ലേ? പറ, നീ മുഖത്തിന് മറച്ച് പൗഡറാണല്ലേ? മറച്ച് പൗഡർ ഉണ്ടല്ലോടാ മുഖത്ത്. നീ പൗഡർ ഇത്ര ഇട്ടത് എന്തോമാ ഇട്ടത്? ചെറുക്കൻ റെഡിയായിരിക്കുന്ന കൈ സ്കൂളിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. മടിയാണ് കൈ ചെറുക്കൻ, ഭയങ്കര മടിയായി ചെറുക്കൻ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ നല്ല മഴയും, മഴക്ക് രാവിലോട്ടെ നല്ല മഴയാണ്. ഇപ്പോഴും പെയ്ത്, ഇപ്പൊ ഇല്ല, ഇപ്പൊ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് മഴ. നല്ല മഴയും ഗൈസ്. സ്കൂളിൽ പോക്കോ, വണ്ടി വരും. വണ്ടി ഇപ്പൊ നിന്നെ തൂക്കിക്കൊണ്ട് പോകും കേട്ടാ. ഇതിന്റെ വണ്ടിയും തൂക്കിക്കൊണ്ട് പോകും. വണ്ടി ഉണ്ടല്ലോ, വണ്ടി വരും, വണ്ടി വരും. ഇപ്പൊ വണ്ടി വരുവേ, വണ്ടിയെ കയറി പോയാ മതി, മഴയൊന്നും കുഴപ്പമില്ല. കാശിയൊക്കെ വരും, കാശിയൊക്കെ വരും. പൊട്ടിട്ടുണ്ടല്ലോ. പിന്നെ ചെറുക്കനായി നിൽക്കുന്ന കൈ ഇവിടെ നല്ല മഴയും. ഓക്കെ, പിന്നെ വരാം. അപ്പൊ ചെറുക്കന്റെ വണ്ടി വന്നു കേട്ടോ. ചെറുക്കൻ പോകുക, ഇതാണ് വണ്ടി കേട്ടെ. ഇപ്പൊ ബസ് കയറിയാണ് ചെറുക്കൻ പോണത്. അപ്പൊ വണ്ടി വന്നിരിക്കുന്ന കൈ ചെറുക്കന്റെ. ഇനി ഒരു 3 മണി 3:30 ഒക്കെ ആകുമ്പോ കൊണ്ടാക്കും, തിരിച്ചുകൊണ്ടാക്കും. അപ്പം ബസ്സിൽ കയറി പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് വിളിക്കാറ്. പിന്നെ കൊണ്ടുപോകാനും കുഴപ്പമില്ല, അവിടെ കടയൊക്കെ ഉണ്ട്. ചെറുക്കും കൊണ്ടുപോയ സീൻ നടത്തിക്കൊണ്ട് പോയാലേ ഓരോ സാധനങ്ങൾ വാങ്ങിപ്പിക്കും. എനക്ക് നല്ലത് ബസ്സിൽ പോയാൽ മതി, അതാകുമ്പോ കുഴപ്പമില്ല, നേരെ കൊണ്ടാക്കും. വിളിക്കൊണ്ട് പോവുകയും ചെയ്യുകൊണ്ട് ഒന്നും കുഴപ്പമില്ല. അതെ, ചെറുക്കിന്റെ വണ്ടി എടുത്തു, അമ്മ കൊണ്ടാക്കിട്ട് വരുക. അപ്പം അങ്ങനെ ചെറുക്കൻ പോയി കഴി, അങ്ങനെ ചെറുക്കൻ വണ്ടിയെ കയറി പോയി. ഇനി ചെറുക്കൻ വരുമ്പോ ഇന്ന് വൈകിട്ടേ വരത്തുള്ളൂ. ചെറുക്കൻ LKG ആയി. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാൻ വേറെ പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഗൈസ് ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പൊ ആണെങ്കിൽ ഒന്നും പുറത്താട്ട് പോലും എനിക്ക് പോകാൻ പറ്റില്ല ഗൈസ്. അതായത് ഒന്നാമത്തെ കാര്യം മഴ, പിന്നെ വണ്ടിയില്ല ഗൈസ്. ഇവിടെ പോകാനുണ്ട്, മഴയത് കൊണ്ട് പോസ്റ്റാണ്, പിന്നെ എങ്ങോട്ടും പോകാനൊന്നും ഒരു മൂടില്ല മഴയത് കൊണ്ടേ. അപ്പം ഞാൻ ഇവിടെ വെറുതെ വീട്ടിൽ ഇരിക്കുന്നു. അപ്പം വർക്കൊന്നും ഇല്ല ഗൈസ്, വർക്കൊക്കെ കുറവാണ്. പിന്നെ അത് പുറത്തോട്ടാന്ന് വെച്ചാൽ നല്ല മഴയാ, മഴ മാറുന്നില്ല, കണ്ടില്ലേ. അപ്പൊ ഞാൻ കരുതി വെറുതെ നിൽക്കുമല്ലേ, പനിയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. മഴയൊക്കെ നനഞ്ഞുകൊണ്ടാണ്, കുറെ സ്ഥലത്തൊക്കെ പോകുന്നതായിരിക്കും. ഒരു തൊണ്ടക്കൊക്കെ ഒരു വേദന പോലെ, അതുകൊണ്ടാണ് കേട്ടോ ഒരു സംസാരിക്കുമ്പോൾ ഇത് പനി തൊണ്ടയിടത്തെ അങ്ങനെ നിൽക്കാൻ. അപ്പൊ ഞാൻ പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോ വെറുതെ നിൽക്കാം. അപ്പൊ ഞാൻ ഓർത്ത് ഇവിടേക്ക് ഒന്ന് കണ്ട്, ഇവിടെയൊക്കെ മൊത്തം ചേർക്കേണ്ടത് കണ്ടില്ലേ, ഓരോ സാധനങ്ങളും ടേബിളിന്റെ മേളിലും കണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കാന്ന് വിചാരിച്ചു. വീടൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒന്ന് അടുക്കി പെറുക്കി തുടച്ച് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കുന്നു ഗൈസ്. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് ഇവിടെ സെറ്റാക്കും. ഇവിടെയൊക്കെ തുടച്ച് ഇവിടെ ഇതൊക്കെ വിരിച്ച് നമുക്കൊന്ന് സെറ്റാക്കാനുണ്ട്. അപ്പം പരിപാടി അപ്പൊ അതാണ് ഗൈസ്. കണ്ടില്ലേ, ഇപ്പൊ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് പുറത്ത്. ഒതുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ ഗൈസ്. അപ്പൊ എന്നിട്ട് വരാൻ ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ തുടക്കാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്, തുടക്കാനുള്ള ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാനിപ്പോ മറ്റേ തുടക്കണ സാധനം ഇല്ല, തീർന്നു മറ്റേ സൊല്യൂഷൻ. ഇപ്പൊ ഞാൻ ഡെറ്റോളാണ് ഇപ്പൊ ചേർത്തിരിക്കുന്നത്. കുഴപ്പമില്ല, വെള്ളം കുഴപ്പമില്ല, അഴുക്ക് അങ്ങനെ
തുറക്കാൻ പോയാണ് ഗൈസ്. അപ്പോൾ തുറക്കട്ടെ, മൊത്തത്തിൽ ഒന്ന് തുടച്ചിട്ടൊന്ന് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ തുറച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ തുറക്കട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ തുടച്ചൊക്കെ തുടങ്ങാൻ പോയാണ്, പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോണ് കേട്ടോ. നമുക്ക് തുടച്ചിട്ട് സെറ്റാക്കാം. ഓക്കെ, അത് ഞാൻ എങ്ങനെയെങ്കിലും ട്രൈപ്പോഡും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഏത് നിമിഷവും ചിലപ്പോൾ താഴെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ, ചരിഞ്ഞ് വന്നുണ്ട്. ഒരു സംഭവത്തിന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. അപ്പം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, വേറെ വഴിയില്ല, അതുകൊണ്ടാണ്. അപ്പം കാണാൻ പറ്റുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തുടക്കട്ടെ ഗൈസ്. അപ്പം തുടച്ചിട്ട് കാണാം. സെറ്റാക്കട്ടെ, ഇരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടച്ചു തുടങ്ങാം. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടന്റ് ഒന്നും ഇല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് വീഡിയോ എടുത്തു ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാവരും ഒറ്റക്ക് തന്നെ പോകണം. അതുകൊണ്ട് പിന്നെ വണ്ടി ഇല്ല, അങ്ങനെ ഒരു മടിയൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങും പോകാനും പറ്റില്ല. വണ്ടി എനിക്കില്ല ഗൈസ്. ഞാനിപ്പം അച്ഛൻ്റെ വണ്ടിയിലാണ് പോകണം. അപ്പൊ അച്ഛൻ വർക്കിന് പോകണതുകൊണ്ട് എനിക്ക് വണ്ടി കിട്ടത്തില്ല ഒന്നാമത്തെ കാര്യം. അതാണ് മെയിൻ പ്രശ്നം, വേറെ ഒന്നുമല്ല. വണ്ടി ഇല്ലാത്ത മെയിൻ പ്രശ്നമാണ് അതാണ്. വണ്ടി ഉണ്ടെങ്കിൽ പരിപാടി എന്തായാലും നടക്കത്തുള്ളൂ. എവിടെയെങ്കിലും പോകണമെങ്കിലും വണ്ടി വേണം. വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പോസ്റ്റാണ് ഗൈസ്. പിന്നെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് ഇറങ്ങാനും പോലും തോന്നത്തില്ല വണ്ടി ഇല്ലാന്ന്. എവിടെ പോകാൻ വണ്ടിയെ പോയി ശീലിച്ചുകൊണ്ട് ഇപ്പം ഒരു സ്ഥലത്തും വണ്ടിയില്ലാതെ പോകാനായിട്ട് തോന്നത്തില്ല. അതാണ് മെയിൻ ബേസ്. അതുകൊണ്ട് ഇപ്പം വീഡിയോസ് ഒന്നും എടുക്കാൻ പോകാനോ അല്ല ഫുഡിന്റെ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ട് ഫുഡ് വ്ളോഗ് ചെയ്യാൻ. പക്ഷെ വണ്ടിയിലൊക്കെയുണ്ട് ഒരു പരിപാടിയും നടക്കത്തില്ല. നമുക്ക് കുറച്ച് ഫുഡിന്റെ കുറച്ച് വ്ളോഗും വല്ലയിടത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്ളോഗ് നമുക്ക് സെറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഒരു വഴിയില്ല ഗൈസ്, അതാണ് വിഷയം. പിന്നെ വർക്കിന് പോകുമ്പോഴും പ്രശ്നമാണ്. പോയിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അച്ഛനെ കൊണ്ടാക്കിയിട്ടൊക്കെയാണ് ഇടയ്ക്ക് വർക്കിന് പോകണതെന്ന്. അച്ഛനെ കൊണ്ട് അച്ഛൻ്റെ സ്ഥലത്തുകൊണ്ടാക്കണം. അത് കഴിഞ്ഞ് മേടിച്ചിട്ട് ഒന്ന് വിളിക്കാൻ പോകണം. വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആകെപ്പാട് ടയേർഡാവും. പിന്നെ ഒന്നും തോന്നത്തില്ല. പിന്നെ കുളിച്ച് കിടന്ന് ഉറങ്ങാനേ ഞാൻ നോക്കണം. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെയൊക്കെ കൊണ്ടാണ് ഗൈസ് വീഡിയോസ് ഒന്നും ഇപ്പം ഇടാനുള്ളൊരു താല്പര്യം തോന്നാത്തത്. ഭയങ്കര അവസ്ഥ. അതാണ് എന്തെങ്കിലുമൊക്കെ ഇടണ്ടേന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ ഇടുന്നത് കേട്ടോ, വേറൊന്നും കൊണ്ടല്ലേ. ഇടായിരുന്ന എനിക്കൊരു ബുദ്ധിമുട്ട്. വെറുതെ കുറെ രണ്ടാഴ്ച കണ്ടായി ഞാനിപ്പം വിട്ടിട്ട് 2 ആഴ്ച സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ ഗൈസ്. ഇടാതിരുന്നാലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് എനിക്കൊരു. അതുകൊണ്ട് മാത്രം ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാക്കണ വീഡിയോ, നല്ല വീഡിയോ ഉടനെ നമുക്ക് കുറച്ച് ഫുഡ് വ്ളോഗും ഫുഡിന്റെ വീഡിയോയും കഴിക്കാൻ പോകണം. എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണം ഒന്നുണ്ട്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഒരു വണ്ടി ഉടനെ ഇല്ലെങ്കിൽ പണി പാടും ഗൈസ്. വണ്ടി ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇത് ഇല്ലാത്തവർക്കറിയാം. കുറച്ചാൾ വണ്ടി കയ്യിലുണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ പണി കിട്ടി വർഷോപ്പ് കയറുന്നവർക്കറിയാം ഈ ബുദ്ധിമുട്ട്. ചോദിക്കുന്ന ആൾക്കാർക്കും തരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണും. അവരുടെയും കാര്യങ്ങൾ നടക്കണ്ടേ ഗൈസ്. നമ്മളെ മാത്രമല്ല, അവർക്ക് പോണെങ്കിൽ വണ്ടിയിൽ എല്ലാവരും വണ്ടിയിൽ തന്നെ ആയതുകൊണ്ട് ആരും അങ്ങനെ തരത്ത് പോലില്ല വണ്ടി. അങ്ങനെയാണ് കാര്യങ്ങൾ. ചോദിച്ചെടുക്കും. ഇതാണ് വണ്ടിയിൽ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പൊ ഞാൻ മേലെ വെച്ച് ചുമയും കുറച്ചാളായി തുടങ്ങിയിട്ട് ഭയങ്കര ചുമയും പരിപാടി. അപ്പം പോട്ടെ. അപ്പൊ ഞാനിപ്പൊന്ന് മൊത്തത്തിൽ തുടച്ച് ക്ലീൻ ആക്കട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ക്ലീൻ ആക്കിയിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ തുറക്കട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്കിത് ടേബിളും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. ടേബിളിൽ എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇതൊന്ന് തുടച്ചെടുക്കണം. ടേബിളും കൂടി ഒന്ന് തുടച്ചെടുക്കുന്ന പരിപാടിയാണ്. ഇത് ചെയ്യാനായിട്ട് അമ്മയാണെങ്കിൽ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ അമ്മയുടെ പണി കഴിഞ്ഞ് പിന്നെ അമ്മക്ക് റെസ്റ്റ് ടൈമാണ്. പിന്നെ അമ്മക്ക് ചെയ്യാൻ സമയം. പിന്നെ ചേച്ചി രാവിലെ പോകും. ചേച്ചിക്കും വരുമ്പോൾ സമയം 9:30-10 മണിയാണ്. പിന്നെ ചേച്ചിക്ക് ടയേർഡായ വന്നത്. ജോലിയും കഴിഞ്ഞ് ട്രെയിനൊക്കെ കയറി വരുമ്പോൾ ആകെപ്പാട് ടയേർഡാവും. പിന്നെ അതുകൊണ്ട് പിന്നെ ആരുമില്ല. അപ്പൊ ഞാനോർത്ത് പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ ചെയ്യുന്നതിന് തെറ്റൊന്നും ഇല്ലല്ലോ. നമുക്ക് ചെയ്യാൻ ആർക്കാരും ചെയ്യുന്ന കാര്യമുള്ളൂ. ഇതൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പം ആരും ഇല്ലാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ വെറുതെ നിൽക്കല്ലേ. അപ്പം ഞാനോർത്തും ചെയ്യാം. അപ്പൊ എനിക്കൊരു വ്ളോഗോ ക്ലീനും ആകുമല്ലോ. കാരണം ഗൈസ് വേറൊന്നും കൊണ്ടൊന്നുമില്ല. പിന്നെ അവരോടും പറഞ്ഞ കാര്യം ഞാൻ എന്നെ വെറുതെ എന്ന് പറയാൻ അവർക്കും അവരുടെ കഷ്ടപ്പാടില്ലേ ഗൈസ്. അപ്പൊ ഞാൻ തന്നെ ചെയ്യാം.
ഓർത്ത് ചെയ്യണേന്ന് കഴിച്ചു. അപ്പം ഇതും കൂടി ഒന്ന് വൃത്തിയാക്കി മൊത്തത്തിൽ തുടച്ച് റെഡിയാക്കണം. മണസകം ചെറുക്കൻ്റെ കളിപ്പാട്ടം കുറേ ഗെയിം ഒക്കെ ഉണ്ടോണി അവനിപ്പം പോയിരിക്കുക. നേഴ്സറി ഇവിടെ സ്കൂളിൽ ചേർത്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു രാവിലെ. അപ്പം വരമ്പൊക്കെ ഉണ്ടോണം. വരമ്പ് മൊത്തം വലിച്ച് വരവാനെ കൊണ്ട് കാര്യമില്ല, അവന്റെ പ്രായം അതല്ലേ. മൊത്തം കളി സാധനമില്ലേ. ഞാനിപ്പോ കിട്ടിൻ്റെതാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ അടിയിൽ നിന്നൊക്കെ പെറുക്കി. അപ്പം അവനിപ്പോ വരും കുറച്ച് കഴിയുമ്പോൾ. ഇതൊക്കെ തുടക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ തുടച്ചിപ്പം ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഏകദേശം സെറ്റായി. വേണ്ട, ഇതാണ് ചെറുക്കന്റെ കളിപ്പാട്ടങ്ങൾ. വേണ്ട, ഈ സാധനം നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നു. ഞാൻ അനപ്പന്റെ കാര്യമില്ലേ, കുപ്പിയും പാട്ടയും ബേസും ഈ സാധനം ഇങ്ങനത്തെ ഇതൊക്കെ കണ്ട ഇതൊക്കെ നല്ലതാണ് ഉണ്ടാക്കി കളിക്കാൻ ചെറുക്കൻ. അപ്പം അവനെപ്പണ്ട് വരാം, അവൻ കളിച്ചിട്ട് അവൻ ഇട്ടിട്ട് പോകും. ഇടക്കൊക്കെ തോന്നിയ ഇതൊക്കെ കിട്ടുന്നതൊക്കെ അടുക്കിപ്പിറക്കി വെക്കും കേട്ടാ. ഇടക്ക് തോന്നിയ അടുക്കിപ്പിറക്കി വെക്കും, അല്ലാത്തപ്പം വെക്കത്തില്ല. കുറെ ഉണ്ട് ഗൈസ്, ഇത് മാത്രല്ല, ഇത് ഇടക്ക് ചരിഞ്ഞു കൊണ്ട് കേട്ടോ. ഇത് കുറെ ഉണ്ട് ഇവിടെ ഇട്ടേക്കുണ്ട്. ഇതൊക്കെ നമുക്ക് അടുക്കിപ്പിറക്കി വെക്കാം. കണ്ട് ആ നമ്മുടെ തെറ്റിക്കോർന്ന് വിരിക്കണം. ഇത്രയേ ഉള്ളൂ. വേറെ പരിപാടിയും തുടച്ചൊക്കെ വെക്കാം. ഇവിടെ ക്ലീനാക്കിയോണ്ട് ഇന്ന് കുഴപ്പമില്ല. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഏകദേശം കഴിഞ്ഞു കേട്ടോ. മൊത്തമല്ല, ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞു. മൊത്തം തുടക്കണമെങ്കിൽ ഇതൊന്നും പോലെ കഴിച്ചു. ഏകദേശം ഞാൻ തുടച്ച് സെറ്റാക്കിയതാണ്. ചിലപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇത് വിരിക്കാം. സെറ്റിയുടെ അതില്ലേ, സെറ്റിയുടെ ഇത് ഏതൊക്കെയാണ് നോക്കണം അറിയുന്നു. ഇത് സിംഗിള് ചെറുക്കം വന്നിട്ടുണ്ട് കേട്ടാ. നേഴ്സറിയിൽ ചെറുക്കം വന്നിട്ട് സൈക്കിളൊക്കെ ചോട്ട് ഇടയ്ക്ക് അമ്പാടി ചെറുക്കം വന്ന് കഴിച്ചു. അമ്മ ചെന്ന് വിളിച്ചു. ഞാൻ ഇവിടേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് വിരിക്കട്ടെ. വിരിച്ച് സെറ്റ് ആക്കട്ടെ. ചെറുക്കൻ പാട്ടൊക്കെ പാടി നടക്കുക. ചെറുക്കൻ അതൊക്കെ തട്ടി ഇപ്പൊ കളഞ്ഞു തന്നെ. ഫോണിപ്പോ കളഞ്ഞു തരാൻ ചെറുക്കൻ താഴത്തെ വീടേണ്ട. കണ്ടില്ലേ എന്റെ സെറ്റപ്പ്? കണ്ടാ നീ? എങ്ങനെയുണ്ട്? കൊള്ളാവാ? സെറ്റ് കാണാം. അപ്പൊ ഗൈസ്, ഞാൻ തുടച്ചപ്പം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ കാണിച്ചു തരാം. കണ്ടില്ലേ, മൊത്തം ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് അപ്പൊ ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പം ഇന്നത്തെ കൊച്ചുകൂടി ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. എനിക്കറിയാം ചെറിയൊരു വീഡിയോ എടുത്ത് വെക്കാൻ, പിന്നെ എന്തായാലും ക്ലീനാക്കുന്നില്ല. അപ്പം നിങ്ങളെ കൂടി കാണിക്കാന്ന് വെച്ചപ്പം അതാണ് ഗൈസ് വീഡിയോ. അമ്പാടി. അപ്പൊ ഗൈസ്, ചെറുക്കൻ നേഴ്സറി പോട്ട് കൊടയൊക്കെ വരച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ കൊട കാണിച്ച്. പിന്നെ കാണാം.